0.0375 തുല്യമായ ശതമാനം എത്ര? നമുക്കൊരു ദശാംശ സംഖ്യ തന്നിട്ടുണ്ട്, ഒരു ഡെസിമൽ നമ്പർ തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ ശതമാനമാക്കി മാറ്റണം, പെർസെൻറ്റേജ് ആക്കി മാറ്റണം. ദശാംശ സംഖ്യയെ ശതമാനമാക്കാൻ 100 കൊണ്ട് ഗുണിക്കുക. ദശാംശ സംഖ്യയെ ശതമാനമാക്കാൻ 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 0.0375നെ 100 കൊണ്ട് ഗുണിക്കുക. ഒരു സംഖ്യയെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താ ചെയ്യുക? ഒരു ദശാംശ സംഖ്യയെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 100ൽ 2 പൂജ്യമാണ്. അപ്പോൾ ഈ ദശാംശം 2 സ്ഥാനം വലത്തോട്ട് നീക്കുക. ഒരു ദശാംശ സംഖ്യയെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 100ൽ 2 പൂജ്യമാണ്. ഈ ദശാംശം 2 സ്ഥാനം വലത്തോട്ട് നീക്കുക. അപ്പോൾ ഈ ദശാംശം ഇങ്ങോട്ട് നീങ്ങി ഇവിടെ വരും. അപ്പോൾ എന്താവും സംഖ്യ? പിന്നെ ഈ പൂജ്യങ്ങളൊന്നും വരില്ലല്ലോ. അപ്പം 3.75 എന്ന് വരും. 3.75 ശതമാനമാണ് ഉത്തരം. അപ്പോൾ എന്തായി? 0.0375 എന്ന ദശാംശ സംഖ്യയെ നമ്മൾ ശതമാനമാക്കി 3.75. നമുക്ക് ഉത്തരം ശരിയാണോ പരിശോധിക്കാം. 3.75 ശതമാനം. എന്താ ഒരു സംഖ്യ ശതമാനം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ സംഖ്യ ബൈ 100 ഇടുക. അപ്പോൾ 3.75 ശതമാനം എന്താണ്? 3.75 ബൈ 100 ആണ്. ഒരു ദശാംശ സംഖ്യയെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ ചെയ്യുക? ഒരു ദശാംശ സംഖ്യയെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ 100ൽ 2 പൂജ്യമാണ്. അപ്പോൾ 2 സ്ഥാനം ഇടത്തോട്ട് നീക്കണം. ദശാംശം 2 സ്ഥാനം ഇടത്തോട്ട്. അപ്പോൾ ദശാംശം ഇവിടെയാണ് കിടക്കുന്നത്. 2 പൂജ്യം 2 സ്ഥാനം ഇടത്തോട്ട് നീക്കണമെങ്കിൽ ഇവിടെ ഒരു സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു പൂജ്യം കൂടി ചേർത്ത് ദശാംശം നീക്കണം. അപ്പോഴാണ് 2 സ്ഥാനമാവുള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് വരും? 0.375 അല്ലേ? 0.375. നമ്മൾ 2 സ്ഥാനം ഇവിടെ 2 സ്ഥാനം വരാൻ വേണ്ടി 0 ഇട്ടു, 2 ദശാംശം ഇടുക. അപ്പോൾ ഉത്തരം 0.0375 വരും. അത് തന്നെയാണ് നമ്മുടെ ചോദ്യത്തിലുള്ളത്, 0.375.